അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇവിടെ സ്വീകരിക്കാൻ ഒരു മദീനക്കാരൻ ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. നടന്നു വരുന്ന സമയത്തും തലാല് അക്ബർ നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. മദീനയിൽ വരുന്ന സിംസാറുള്ള ഉസ്താദായാലും ഒരുപാട് സയ്യിദന്മാരായാലും പണ്ഡിതന്മാരായാലും ഒക്കെ ഇവരെടുത്ത് വരും, ഇവര് നാട്ടിലും വരും. ഭയങ്കര മനസ്സുള്ള ആളുകളാണ് മദീനക്കാർ. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മദീനയിൽ വന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു മോതിരാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മോതിരാണത്. അപ്പോൾ ഈ മോതിരം എനിക്ക് സമ്മാനിച്ചത് ഇവിടുത്തെ അൻസാരി കുടുംബത്തിൽപ്പെട്ട തലാലാണ്. അപ്പോൾ ഈ തലാലു അക്ബറിന്റെ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞാനിവിടെ എത്തിയത് മദീനയിലുള്ള ഇവിടെ ഈ ഒരു സമയത്ത് അൽഹംദുലില്ലാ വളരെ സ്നേഹത്തോടെ ഇവരെന്നെ സ്വീകരിക്കുകയും മദീനയിൽ വരുമ്പോഴൊക്കെ ഞാൻ ഇവരെ കൂടെ താമസിക്കലും ഇവരെ കൂടെ ഭക്ഷണം കഴിക്കലും ഇവരാണ് എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അൽഹംദുലില്ലാ. അവർക്കൊരു ഈത്തപ്പഴത്തിന്റെ ഷോപ്പാണ് ഇവിടെ. എനിക്ക് മാത്രമല്ല, എല്ലാ ഹാജിമാർക്കും ഇവർ ഖിദ്മത്തിൽ മുന്നിലുണ്ടാവും. അൽഹംദുലില്ലാ. മദീനക്കാർക്കൊക്കെ തലാൽ അക്ബറിനെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ടാവും. അപ്പോൾ ഈത്തപ്പഴം, അതുപോലെ നിങ്ങൾക്ക് ബസ് സൗകര്യം, സിയാറത്ത് സൗകര്യം, റൂം സൗകര്യം, മദീനയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും, വിസ എടുത്ത് ഒറ്റയ്ക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈത്തപ്പഴത്തിനും സാധനങ്ങൾക്കും ഒക്കെ മദീനയുടെ ഒറിജിനൽ സാധനങ്ങൾ വിശ്വാസപരമായി 100% വിശ്വാസത്തോടെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാം. ഇതാണ് നന്നായി മലയാളം പറയും തലാൽ. സുഖമല്ലേ? അൽഹംദുലില്ലാ. ഞാൻ മദീനയിൽ എത്തുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചതുപോലെ തോല അൽ ബദ്രു അലൈന ചൊല്ലിയിട്ട് ഇവിടെ സ്വീകരിച്ച ഒരാളാണിത്. ഇവൻ തന്ന് സമ്മാനിച്ച മോതിരാണിത്. അൽഹംദുലില്ലാ. എന്നും മനസ്സിൽ വർഷങ്ങളായിട്ട് ഞാനിത് എന്നും ധരിക്കാറുണ്ട്. ഇത് മദീനയുടെ മോതിരായതുകൊണ്ടും മദീനക്കാരൻ തന്ന സ്നേഹമായതുകൊണ്ടും ഇവരെ ഉമ്മൊക്കെ എന്ന് പറഞ്ഞാൽ ജീവൻ കളയും. നമ്മുടെ ഭാര്യയും മക്കളും മുഅ്മിനി സൈനബി ഹാജറൊക്കെ വന്നിരുന്ന സമയത്ത് ഇവരൊക്കെ ചെയ്ത ഖിദ്മത്ത് അള്ളാഹു അവരൊക്കെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പോൾ ഇങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതൊരു പ്രൊമോഷനായിട്ട് ഒന്നും കാണണ്ട. ഇതൊരു സ്നേഹത്തിന്റെ ഈ ഒരു സ്നേഹം നമ്മൾ അനുഭവിക്കുക എന്നുള്ള. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു കാഴ്ചപ്പാടെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത്ര ആളുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്, കണ്ടോ? ഇതിൽ അള്ളാഹു എനിക്കും ഒരിടം തന്നു. ഞാൻ വന്ന സമയത്ത് അവരെന്നെ സ്വീകരിച്ചതാ. അതുപോലെ AP ഉസ്താദ്, സാദിഖ് അലി തങ്ങൾ, ഖലീൽ ബുഖാരി തങ്ങൾ, സിംസാറുള്ള ഉദവി തുടങ്ങി ഹൈദർ അലി തങ്ങൾ വരെ, പാണക്കാട് സയ്യിദന്മാർ, ഒരുപാട് ആളുകൾ, ബഷീർ അലി തങ്ങൾ, റഷീദ് അലി തങ്ങൾ, ഒരുപാട് ആളുകൾ കണ്ടില്ലേ, ഖലീൽ തങ്ങൾ. ഇവർ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും സ്നേഹിക്കുന്ന ET മുഹമ്മദ് ബഷീർ സാഹിബ്, അങ്ങനെ ഒരുപാട് പേര് മാഷാ അല്ലാ, അബ്ദുർ റബ്ബ്, ഒരുപാട് പേര് മാഷാ അല്ലാ. അപ്പോൾ ഇവർ പണ്ഡിതന്മാരും സയ്യിദന്മാരും മദീനയിൽ വരുന്ന ആളുകളൊക്കെ സ്നേഹിക്കുന്നത് പോലെ അവർക്ക് അതിനുള്ള ബർക്കത്ത് ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റും. മാഷാ അല്ലാ. വളരെ സന്തോഷം. ഇന്നും ഏത് സമയത്തും എന്താവശ്യം ഉണ്ടെങ്കിലും മദീനത്ത് ഇവിടെ വരണമെന്ന്. ഞാൻ റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്കറിയില്ല, തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഇവർ രണ്ടുപേരും തന്നെ കൈകൊണ്ടുള്ള ഭക്ഷണമാണ്. അൽഹംദുലില്ലാ. ഇവരെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവൻ കളയും നമ്മളൊക്കെ. നമ്മളെ മക്കളൊക്കെ അവിടെ വരുന്ന സമയത്തൊക്കെ റാഹത്ത് മാഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇതിൽ വേണം. തലാൽ الحمد لله كل شيء تمام الحمد لله. اليوم انا اكبر مره مبسوطين عشان انت جيت عندنا هنا في المحل. الحمد لله. ان شاء الله باذن الله. واي شيء في المدينه اهلا وسهلا. واي احد برضو يجي ان شاء الله في المدينه. انا اكبر كل شيء خدمه ان شاء الله. يبغى تمر، يبغى زياره، يبغى رومي، اي شيء يبغون في المدينه ان شاء الله انا اكبر ان شاء الله موجود.